കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചേർത്തല താലൂക്ക് സമ്മേളനം നടന്നു. കെ.സി. വേണുഗോപാൽ എം.പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചേർത്തല താലൂക്ക് സമ്മേളനവും പുതുവത്സരാഘോഷവും നടന്നു. സമ്മേളനം കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം ചെയ്തു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പുതുവത്സര സന്ദേശം നൽകി. സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ഇ.വി. തിലകൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി വി. രാഹുലയൻ സ്വാഗതവും ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് വേലിക്കാട് പ്രതിഭകളെ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ.ബി. ബിജു മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൈക്കൽ സത്താർ, വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, സന്തോഷ് കാരക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഏറ്റവും തടഞ്ഞു നിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഘടകം പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് സർക്കാർ ഇടപെടുമ്പോഴാണ് സ്വകാര്യ ചൂഷണകർക്ക് അതിൻ്റെ അവസ്ഥ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു മേഖലയാണ് ഇത്. നിത്യോപയോഗ സാധനങ്ങൾ അതുപോലെ അരിയുമൊക്കെ തന്നെ സാധാരണക്കാർക്ക് ന്യായമായ വിലയ്ക്ക് അവരുടെ കൈകളിലേക്ക് എത്തുന്നു. ഇപ്പം മിക്കവാറും വിലയില്ലാത്ത സൗജന്യമായി കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് റേഷൻ കടക്കാർക്കുണ്ടാകാവുന്ന വേതനത്തിനുണ്ടാകാവുന്ന വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ആക്ഷേപമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കിടക്കുന്നത്. സർക്കാർ പരിശോധിക്കേണ്ടതാണ്. ആക്ടിനനുസരിച്ച് ഭേദഗതി വേണമെങ്കിൽ ആ ഭേദഗതി നടത്തണം. ആക്ടിന് ഇപ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകൾ റേഷൻ വ്യാപാരികളെ ഏതെങ്കിലും രീതിയിൽ മോശകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ വരണം. അപ്പോൾ റേഷൻ വ്യാപാരികൾക്കും ജീവിക്കേണ്ടതാണ് എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഈ മേഖലയിലെ റേഷൻ വിതരണം പൂർണ്ണമായും സൗജന്യമാക്കുമ്പോഴും ആ മേഖലയിൽ ഇത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുന്നവരുടെ കൂടി ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കണമെന്നുള്ള ന്യായമായ ആവശ്യം അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം.